രാജ്യത്ത് GST പരിഷ്കാരം ഇന്നു മുതൽ പ്രാബല്യത്തിൽ. 4 സ്ലാബുകളുള്ളത് 2ആയി കുറയുമ്പോൾ ജനങ്ങൾക്ക് അത് വലിയ നേട്ടമുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. പാൽ, പനീർ മുതൽ തേയില, കാപ്പിപ്പൊടി അടക്കം കുഞ്ഞു കാറുകൾക്കും വരെ വലിയ വിലക്കുറവാണ് പ്രതീക്ഷിക്കുന്നത്. ഇളവുകൾ ജനങ്ങൾക്കുള്ള നവരാത്രി സമ്മാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 5%, 12%, 18%, 28% എന്നീ 4 GST സ്ലാബുകൾ ഇന്നു മുതൽ പഴങ്കഥയാവുകയാണ്. ഇനി മുതൽ 5%, 18% മാത്രമാണ് GST സ്ലാബുകൾ. പുതിയ പരിഷ്കരണം പ്രാബല്യത്തിൽ വരുന്നതോടെ അവശ്യവസ്തുക്കളായ പാലും പനീറും ഉൾപ്പെടെ നിരവധി വസ്തുക്കൾക്ക് GST ഉണ്ടാകില്ല എന്നത് സന്തോഷം നൽകുന്ന വിവരമാണ്. നെയ് മുതൽ പനീർ വരെ 700 ഉൽപ്പന്നങ്ങൾക്ക് വില കുറച്ചെന്ന് അമൂൽ അറിയിച്ചു. തേയിലയും കാപ്പിപ്പൊടിയും 18% നിന്ന് 5% സ്ലാബിലേക്ക് മാറുകയാണ്. ബിസ്ക്കറ്റിനും ഐസ്ക്രീമിനും ചോക്ലേറ്റിനും കോൺഫ്ലേക്സിനും മറ്റ് ബേക്കറി ഉൽപ്പന്നങ്ങൾക്കും വില കുറയും. 18% സ്ലാബിൽ നിന്ന് ഇവ 5%ലേക്ക് മാറും. സൗന്ദര്യവർദ്ധക വസ്തുക്കൾക്കും ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾക്കും വലിയ തോതിൽ വില കുറയും. സോണിയും സാംസങ്ങും LGയും ഉൾപ്പെടെയുള്ള മുൻനിര കമ്പനികൾ ഇതിനകം തന്നെ പുതുക്കിയ വില പുറത്തുവിട്ടു കഴിഞ്ഞു. കാറുകൾക്കും ഇരുചക്ര വാഹനങ്ങൾക്കുമാണ് വലിയ വിലക്കുറവുണ്ടാവുക. കുഞ്ഞു വാഹനങ്ങളുടെ GST 18%ആയി കുറയുകയാണ്. ടാറ്റ, ഹ്യുണ്ടായ്, മാരുതി ഉൾപ്പെടെയുള്ള കമ്പനികൾ വിലക്കിഴിവ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സിമന്റിന്റെ GST 28% നിന്ന് 18%ആയി കുറച്ചത് വീട് പണിയുന്നവർക്ക് ആശ്വാസമാകും. ജീവൻ രക്ഷാ മരുന്നുകൾക്കും ആരോഗ്യ ഇൻഷുറൻസിനും മെഡിക്കൽ ഉപകരണങ്ങൾക്കും ചിലവ് കുറയും. സിഗരറ്റിനും മദ്യത്തിനും ലക്ഷറി വാഹനങ്ങൾക്കുമാണ് പുതുക്കിയ GST പ്രകാരം വില വർദ്ധിക്കുക. 40% സിൻ ടാക്സ് ആണ് ലഹരി വസ്തുക്കൾക്ക് മുകളിൽ ചുമത്തുക. ജനങ്ങൾക്കുള്ള ദീപാവലി സമ്മാനമായാണ് GST ഇളവിനെ പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചത്.